ദേടോ അന്തർമാൻ കോൺ അന്തർക്ക കമോൺ കമോൺ ഇവിടെ കമോൺ വാ രണ്ടര പാട്ട് പാടിയിട്ട് പോകാം വായോ വായോ വാനേ ഇതരാവോടാ വാ 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 ഇരിക്കി എന്താണ് അന്തർക്ക വിശേഷം എന്താണ് അന്തർക്ക വിശേഷം എന്താ അവന്റെ ഒക്കെ ഒരു പാട്ട് ആ സൂപ്പർ അല്ലേ ഇതേ മെലഡി ഇനി ശാസ്ത്രീയം കാച്ചാം കാച്ചി കൊടുക്കടാ അന്നോ വേണ്ട ഇത് തന്നെ ധാരാളം മതി അല്ലെങ്കിൽ ഈ കാക്കാക്ക് സംഗീത ബോധമൊന്നുമില്ലാന്ന് വേണ്ട എനിക്കേ ഉള്ള ബോധം മതി ഓ അതിന് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു ബോധം ഉണ്ടാക്കാൻ നടക്കണം എന്താണ് അന്തർക്ക കളിപ്പിലുള്ള എന്താണ് കെട്ടിയോട് പിടിച്ചു നോക്കിയ പിന്നെ വെറുതല്ല പോട്ടന്തൃക്ക എന്നും കിട്ടണല്ലേ സാറില്ല കാര്യാക്കണ്ട അയ്യ എന്തൂള കോമഡിയേണ്ടത് പെണ്ണുമ്പിള്ളയുടെ നിന്ന് കിട്ടണതും മേടിച്ച് അവളെയും പേടിച്ച് അവളുടെ വാലയെ തൂങ്ങി നടക്കണം നീയണ എന്നെ കളിയാക്കണത് എടാ ഈശ ഇത് നിനക്കിട്ട് താങ്ങിയതാണല്ലോടാ എടോ കാക്ക വയസ്സിന് മുത്താണ് ഞാൻ നോക്കൂലട്ടാ എന്നെ ആണത്തെ ക്വസ്റ്റ്യൻ ചെയ്താലുണ്ടല്ല പറഞ്ഞില്ല എന്ന് വേണ്ട നീ എന്ത് ചെയ്യുന്നുണ്ടാ ഒന്ന് പോടാ അവിടെ നിന്ന് ഞാൻ പറഞ്ഞ സത്യമല്ലടാ എന്തേ സംശയമുണ്ടേ ഞാൻ പറഞ്ഞതിൽ താനെന്തിനാടോ അവന്റെ ലൈഫിൽ കയറി ചൊറിയണത് അപ്പൊ താൻ എന്നെ ചൊറിഞ്ഞതോ അത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ആണോ എന്നാലേ ഞാൻ സത്യമായിട്ട് തന്നെ പറഞ്ഞതാ ഇവനിവൻ്റെ പെണ്ണുമ്പിള്ളയെ പേടിച്ചിട്ടല്ലേ സ്വന്തം ജ്യേഷ്ഠനായിട്ട് വൈരാഗ്യം കൊണ്ടായിരുന്നു ഇടങ്ങറാക്കണത് ഈ എത്ര കാലായി തുടങ്ങിയിട്ട് അത് ശരി അപ്പൊ അങ്ങനെ വക്കാലത്തും കൊണ്ട് വന്നാണ് മൂപ്പര് പിന്നെ നിന്റെ കാല് പിടിക്കാൻ വക്കാലത്തും കൊണ്ട് എന്നെ പറഞ്ഞേക്കാനേ നിന്നെ പോലെ തരം താന്നവനല്ലവൻ നീ അവൻ്റെ അനിയനായി പോയതാണ് അവൻ്റെ ഏറ്റവും വലിയ ശാപം ഏക്കാ വെറുതെ ഈ ആവശ്യമില്ലാത്തവൻ പറഞ്ഞ് തല്ലു പിടിക്കാതെ ഇവിടെ നിന്ന് പോയേ നിങ്ങൾ ഞാൻ തല്ലു പിടിക്കാൻ വന്നല്ല എൻ്റെ പൊന്നു മോനെ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും സങ്കടവും കണ്ടപ്പോൾ വിഷമം തോന്നി എത്ര വട്ടം എത്ര ആൾക്കാരോട് പറഞ്ഞു എന്നിട്ട് ഇവനൊരു കുരുക്കുണ്ടായ ഇവൻ്റെ സ്ഥലത്ത് നിന്ന് ഒരടി വെച്ച് ഏതാണ്ട് 1 സെൻറ്റ് താഴെ വരുന്നുള്ളൂ അതവനക്ക് കൊടുത്താൽ അവൻ്റെ സ്ഥലത്തിന് ഒരു വഴിയായി അവൻ ഉദ്ദേശിച്ച വിലയും കിട്ടും മൂത്ത മോളെ കെട്ടിച്ച കടം കൂടാണ്ട് ഇപ്പം രണ്ടാമത്തെ കല്യാണം ഉറപ്പിച്ചേക്കണ് ഇവൻ പറഞ്ഞ വില കൊടുക്കാന്ന് ആള് പറഞ്ഞാണ് എൻ്റെ പൊന്നുക്ക നിങ്ങളിവിടെ കണ്ട് പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ പോന്നൊക്കെ ചെല്ല് കാര്യവും പറഞ്ഞു വരുന്നതാണ് അതെ ഞാൻ പോയിക്കൊണ്ട് അതിനെ നിങ്ങളനുവാദം വേണ്ട എടാ ഈസ മൂപ്പര് പറഞ്ഞതുപോലെ നിനക്കെന്താണ് ഇത്ര വാശി ഒന്നില്ലെങ്കിൽ അവൻ നിന്റെ ചോരയല്ലേ കാതർക്ക മൂപ്പനോടൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ കാതർക്ക അറിയണല്ലേ എന്ത് ചെയ്തു കൂട്ടുകാരൊപ്പം ഇരുന്ന് കള്ളുപിടിച്ചപ്പോൾ ചീത്ത പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതാ അതോ പൊളിയാൻ പോണ ബിസിനസ്സിന് കാശ് തരാണ്ടിരുന്ന എന്താ അവൻ ചെയ്ത തെറ്റ് അത് മാത്രമൊന്നുമല്ല എൻ്റെ പെണ്ണിനെ കുറിച്ചേ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കില്ലെങ്കിൽ എന്തേ അത് മറന്നോ ഒക്കെ പറയാനായിട്ട് എന്തൊക്കെയായിരുന്നു പറഞ്ഞുട്ടിയത് ഓ അത് നീ നാട്ടിലില്ലാത്തപ്പോൾ നിന്റെ പെണ്ണിനെ പല സ്ഥലങ്ങളിലും കണ്ടത് നാട്ടുകാരെ ഒന്ന് ഇക്കാനോട് പറഞ്ഞപ്പോൾ ഇക്കത് രഹസ്യമായിട്ടല്ലേ നിന്നോട് പറഞ്ഞത് അതിന് നീ എന്താ ചെയ്തത് നീ നാട്ടിൽ വന്നിട്ട് നിന്റെ പെണ്ണിനോട് സത്യാവസ്ഥ അന്വേഷിക്കാണ്ട് നാട്ടുകാരെ മുമ്പിൽ വെച്ച് ഇക്കടം വെക്കെട്ടേറി ഇത് ചോദിച്ചുകൊണ്ടല്ലേ ആകെ പ്രശ്നം ഉണ്ടായത് അങ്ങനെയല്ലേ ഇത് നാട്ടുകാർ മൊത്തം അറിഞ്ഞത് ഓർമ്മ വെച്ച നാൾ മുതലേ നിന്റെ വളർച്ച നിനക്കറിയാല ഇല്ലെങ്കിലേ ഞാൻ പറഞ്ഞുതരാം നിന്റെ വാപ്പ മരിക്കുന്ന സമയത്തേ നിനക്കും നിന്റെ 2 പെങ്ങന്മാർക്കും പ്രായം എത്രയാണെന്ന് നിനക്കറിയോ അതെ നിന്റെ ഇളയ പെങ്ങളുണ്ടല്ലോ ഒറ്റടി വെച്ച് നടക്കുക നിനക്കന്ന് 8-9 വയസ്സ് പ്രായം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അയാൾ ജീവിച്ചത് ഒരു വാപ്പാക്ക് ബദലായിട്ട് ഇപ്പോഴും അയാളുടെ ദുരിതം തീരുന്നുണ്ടാ നിനക്ക് 2 ആൺകുട്ടികളല്ലേ അതുകൊണ്ട് കെട്ടിക്കാൻ പ്രായമായ പെൺകുട്ടികളുടെ തന്തമാരെ മനസ്സിൻ്റെ പെടച്ചിൽ നിനക്കറിയൂല എടാ കുറച്ച് കാശും പുത്തനും കയ്യിൽ വന്നപ്പോൾ നീ കാണിക്കുന്ന നെഗളിപ്പോ അഹങ്കാരം ഉണ്ടല്ലോ അതിനധിക കാലം ആയുസില്ലട്ടാ പറഞ്ഞില്ലാന്ന് വേണ്ട ഓർത്തോ എടാ ഈസ അങ്ങൂർ പറഞ്ഞത് കാര്യമല്ലേ നിനക്കൊന്ന് മാറ്റി ചിന്തിച്ചൂടെ
ആ